Hi dear nurses, welcome to Master Key Academy. സോ ഇന്ന് നമുക്ക് നമ്മുടെ ടോപ്പിക്സ് ഒക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ മൊഡ്യൂൾസ് എല്ലാം. അപ്പം നമ്മൾ ഇന്ന് ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് ഏകദേശം ഒരു മോസ്റ്റ് പ്രോബബ്ലി എന്താണ് ഒരു 90-95% ഇന്നത്തെ ക്വസ്റ്റ്യൻസിൽ കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, സോ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു എക്സാം ആണല്ലോ GPHL. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആണ് ഇന്നത്തെ കൂടുതലും എടുത്തത്. ബാക്കി ഉള്ള ക്ലാസ്സിൽ ബാക്കി സിലബസിനകത്ത് മൊഡ്യൂൾ ഞാൻ പഠിപ്പിച്ചത് ആഡ് ചെയ്യാം. മെയിൻലി നമുക്ക് കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫുൾ ഫോം ഓഫ് DMPA ഡെപ്റ്റാ മെഡ്രോക്സി പ്രൊജസ്ട്രോൺ അസിറ്റേറ്റ്, ഡെക്സ്ട്രാ മെഡോക്സി പ്രൊജസ്ട്രോൺ അസിറ്റേറ്റ്, then dextrose medoxy progesterone acetate and depot medoxy progesterone acetate. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് നോക്കിയേ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്നുള്ളത്. ഫുൾ ഫോം ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഫുൾ ഫോം ഓഫ് DMPA. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 4 ഡീപോട്ട് മെഡോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ് ആണ്. ഇതിൻ്റെ റാഷണൽ, ഇത് വരാനുള്ള കാരണം എന്താണ് നോക്കിക്കോളൂ. ഡീപോട്ട് മെഡോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ് DMPA മാറിപ്പോരുത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പഠിപ്പിക്കുമ്പോഴെല്ലാം ലാസ്റ്റ് ഒരു 2 months ആയിട്ട് എപ്പോഴും നിങ്ങളോട് പറയാറുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഡിസ്ട്രാക്ടേഴ്സ് വരുമെന്ന്. ഇപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ, കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും. നമ്മൾ DMPAയുടെ കാണാതെ എത്ര എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് പോയാലും ഈ പറയുന്ന പോലെ തന്നെ ഡീപോട്ട് മെഡോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് മാറാൻ ചാൻസ് ഉണ്ട്. നോക്കുക, കണ്ടോ എല്ലാം ഒരുപോലെ ഇരിക്കുകയാണ്. ഡെപ്റ്റാ, ഡെക്സ്ട്രാ, ഡെക്സ്ട്രോസ്, ലാസ്റ്റ് ഡീപോട്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ എന്താണ് പ്രോപ്പറായിട്ട് പഠിക്കുമ്പം ഇന്നതെന്ന് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പഠിച്ചു പോകണം. ഓക്കെ, സോ ഇതിൻ്റെ റാഷണൽ എന്ന് പറയുന്നത് ഡീപോട്ട് മെഡോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ് DMPA ഈസ് എ ലോങ് ആക്ടിംഗ് റിവേഴ്സിബിൾ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ് ഇഞ്ചെക്ഷൻ യൂസ്ഡ് ടു പ്രിവെന്റ് പ്രഗ്നൻസി. അറിയാമല്ലോ. സോ ഇത് കമ്മ്യൂണിറ്റിയിൽ വരാൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഫാമിലി പ്ലാനിങ്ങിനകത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ കോണ്ടം സപ്ലൈയും പിന്നെ അതേപോലെ ഡീപോട്ട് ഇഞ്ചെക്ഷൻസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് വരുന്നൊരു ഡീപോട്ട് ഫോം എന്താണ് പ്രിപ്പറേഷൻ ആണിത്. സോ ഇതൊരു ലോങ് ആക്ടിങ് ആണ്, കുറേ നാളത്തേക്ക് എന്ത് ചെയ്യും ആക്ട് ചെയ്തിരിക്കുന്ന റിവേഴ്സിബിൾ ആയിട്ടുള്ള ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻ ആണ് ഇത്. എന്തിനു വേണ്ടി? പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിനകത്ത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് കൂടുതലായിട്ടും ഉള്ളത്. ഇത് നമ്മുടെ ഓവുലേഷൻ ഉണ്ടായാലല്ലേ അതെന്ത് ചെയ്യത്തുള്ളൂ, എന്താണ് ഫ്യൂസ് ചെയ്തിട്ട് എന്താണ് ഇന്റർകോഴ്സിന് സമയത്ത് ഫ്യൂസ് ചെയ്തിട്ട് അതൊരു സൈഗോട്ടായിട്ട് മാറത്തുള്ളൂ. സെയിം ലൈക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. മാത്രമല്ല ഇത് സെർവിക്കൽ മ്യൂക്കസ് മെമ്പറൈനെ തിക്കാക്കുകയും അതേപോലെ തന്നെ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ തിന്നാക്കുകയും. സെർവിക്കൽ മ്യൂക്കസ് തിക്കാകുമ്പോഴത്തേക്ക് സ്പോംസിന്റെ എൻട്രി പോകുന്നത് എന്താകും, കുറയും. അതേപോലെ തന്നെ എൻഡോമെട്രിയം തിന്നാകുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് എൻഡോമെട്രിയം നല്ല തിക്ക് ആൻഡ് ഇനഫ് ആയിട്ടുള്ള ഒരു സ്പോഞ്ചി എന്തായിരിക്കണം, ഇനഫ് ബ്ലഡ് സപ്ലൈ ആകുമ്പോഴേ ആ ഒരു ബേബിയെ റിസീവ് ചെയ്യാൻ അത് തയ്യാറാവത്തുള്ളൂ. ഇത് നേരെ മറിച്ച് തിന്നായി അത് ബേബിയെ റിസീവ് ചെയ്യാൻ ക്യാപ്പബിൾ ആണോ? അല്ല. സോ അത് ഇംപ്ലാന്റേഷന് ലെസ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാക്കും. സോ DMPA എന്ന് പറയുന്നത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ ഇൻട്രാമസ്കുലർ IM വഴിയോ അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് SC എന്താണ് റൂട്ട് വഴിയോ ആണ് എടുക്കുന്നത്. എല്ലാ 3 months കൂടുമ്പോഴും നമുക്കിത് കൊടുക്കാം. പിന്നെ എന്ന് പറയുന്നത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കൺവീനിയൻറ്റ് കോൺട്രാസെപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് മിക്ക ഇൻഡിവിജ്വൽസിനും എന്ത് DMPA. അപ്പോൾ ഇനി മാറിപ്പോരുത്. DMPA എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീപോട്ട് മെഡോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇ പിൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസിനെയാണ് ഇ പിൽസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. നെവർ ബി യൂസ്ഡ് ആസ് ആൻ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ്, never used as a regular contraceptive pills, never be used as a regular contraceptive method and none of the above. അതായത് ഇതിനകത്ത് പറയുന്നത് എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതേ ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഒരു റെഗുലർ ആയിട്ട് കോൺട്രാസെപ്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ പ്രൊജസ്ട്രോണോൾ പില്ല്, ഈസ്ട്രജനോൾ പില്ല്, കോമ്പിനേഷൻ പിൽസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ റെഗുലർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആയിട്ട് ഉപയോഗിക്കാനേ പറ്റില്ല. നൺ ഓഫ് ദി ഈ പറയുന്ന ഓപ്ഷൻസ് ഒന്നും സിമിലർ അല്ല. അപ്പം നിങ്ങളൊന്ന് നോക്കിയേ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്.
ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉത്തരം? സോ ഇത് ഒരു ഡിസ്ട്രാക്ടേഴ്സ് വളരെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നതാണ്. സോ ഇതിന്റെ മെയിൻ ആൻസർ എന്ന് പറയുന്നത് നെവർ ബി യൂസ്ഡ് ആസ് എ കോൺട്രാസ്റ്റ്, റെഗുലർ കോൺട്രാസ്റ്റ്. കറക്റ്റ് ആയിട്ട് എന്നും റെഗുലർ സപ്ലൈ, ഇപ്പൊ എമർജൻസി ആണെങ്കിൽ പെട്ടെന്ന് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, സൈഡ് എഫക്ട്സ് ഉണ്ട്. ഒന്ന് നോക്കിക്കോളൂ. എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് അതർവൈസ് നോൺ ആസ് ഇ പിൽസ്, ഇതെന്ന് പറയുന്നത് നമ്മളൊരു അൺപ്രൊട്ടക്റ്റഡ് സെക്സിലോ അല്ലെങ്കിൽ ഒരു ഇന്റർകോഴ്സ് ആക്ടിവിറ്റിയിലോ ഏർപ്പെടുത്തിയതിനു ശേഷം കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൺട്രാസെപ്റ്റീവ് കോപ്പർട്ടിയോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് അത് കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ ആയി എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ പ്രഗ്നൻസി നമുക്ക് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഈ പിൽസ് കഴിക്കും. ഇത് ഒരിക്കലും ഒരു റെഗുലർ കോൺട്രാസെപ്റ്റീവ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത എന്താണ് മെഡിസിൻ ആണ്. അതേപോലെ തന്നെ ഇതിനകത്ത് പറയുന്നതെന്ന് പറയുന്നത് ഈ പിൽസിനകത്ത് കൂടുതലും ഹയർ ഡോസ് ഓഫ് എന്താണ് ഹോർമോൺസ് കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തെന്ന് പറയുന്നത് റെഗുലർ കോൺട്രാസെപ്റ്റീവ്സിനെക്കാട്ടിൽ കൂടുതൽ ഡോസ് ആണ് എന്ത് ഈ പറയുന്ന ഡോസസ് ഉള്ളത്. ഇതിനകത്ത് കൂടുതലും എന്താണ് ഈ ഹോർമോൺസിന്റെ അളവ് ഇതിനകത്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ തന്നെ സൈഡ് എഫക്ട്സ് കൂടാൻ എന്താണ് വളരെയധികം ചാൻസ് ആണ് കേട്ടോ. Which approach should be used by the health worker for effective counseling? അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൗൺസിലിംഗ് അപ്രോച്ചസിനകത്ത് gather approach, use of flip book only, then tell the client which methods is correct directly, both option ബി ആൻഡ് സി. ഇവിടെ പറയുന്നത് പറഞ്ഞാൽ ഏത് അപ്രോച്ചാണ് ഹെൽത്ത് വർക്കർ എഫക്റ്റീവ് കൗൺസിലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ഗ്യാദർ അപ്രോച്ച് ആണ് പറയുന്നത്. പിന്നെ ഫ്ലിപ്പ് ബുക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ഫ്ലിപ്പ് ചെയ്യുന്ന ബുക്സ് അത് കാണിച്ച് മാത്രമേ അവർ ഇത് ചെയ്യാറുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ ക്ലയന്റിനോട് ഏത് മെത്തേഡാണ് നമ്മൾ ഈ അപ്രോച്ച് യൂസ് ചെയ്യുന്നതെന്ന് ഡയറക്റ്റായിട്ട് പറയുക, അല്ലെങ്കിൽ ഈ രണ്ടും മൂന്നാമത്തെ ഓപ്ഷൻ കമ്പൈൻഡ് ആയിട്ട് ചെയ്യുക. ഇതിൽ ഏതായിരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നോ നോക്കിയോ? ഓക്കെ, നമ്മുടെ അപ്രോച്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഗ്യാദർ അപ്രോച്ച് ആണ് ആൻസർ കേട്ടോ. ഇതിന്റെ റാഷണൽ എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഗ്യാദർ അപ്രോച്ച് എന്ന് പറയുന്നത് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എഫക്റ്റീവ് ഹെൽത്ത് കെയർ സെക്ടറിൽ ഏറ്റവും വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എന്താണ് അപ്രോച്ച് ആണ് ഗ്യാദർ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിന്റെ സ്റ്റാൻഡ് ചെയ്ത് ആ ഒരു അബ്രിവേഷൻ നോക്കുക നമുക്ക്. ജി ഫോർ ഗ്രീറ്റ്. നമ്മൾ ആരെങ്കിലും വരുവാണെങ്കിൽ ഇപ്പം ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് അങ്ങനെ പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യുന്നതിനാണ് ജി എന്ന് പറയുന്നത്. എ ഫോർ ആസ്ക്, നമുക്ക് അങ്ങോട്ട് ചോദ്യം ചോദിക്കാം. പിന്നെ എന്താണ് ടി ഫോർ ടെൽ, അവർ നമ്മളോട് എന്ത് പറയണം, തിരിച്ചു പറയണം. ഹെൽപ്പ്, എച്ച് ഫോർ ഹെൽപ്പ്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവരെ സഹായിക്കണം. അതേപോലെ തന്നെ ഇ ഫോർ എക്സ്പ്ലെയിൻ, എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലായില്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ദെൻ ആർ ഫോർ റിട്ടേൺ. ഓക്കെ, അപ്പൊ ഇതാണ് ഗ്യാദറിന്റെ ഫുൾ ഫോം. ഗ്യാദറിന്റെ ഫുൾ ഫോമും പഠിച്ചു നോക്കുക, ചിലപ്പോൾ ഈ സിനോണിംസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ഈ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡും അതേപോലെ തന്നെ ഒരു എമ്പത്തറ്റിക് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് ഹെൽത്ത് വർക്കേഴ്സിന്റെ ഇടയ്ക്ക്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഗ്യാദർ അപ്രോച്ച് ആണ്. ഈ ഗ്യാദർ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ മെമ്പേഴ്സിന്റെ ഇടയ്ക്ക് ഒരു റാപ്പോർട്ട് ബിൽഡ് ചെയ്യാനും ക്ലയന്റിന്റെ നീഡ്സ്, അതായത് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന കൗൺസിലർ, അത് ഞാൻ പഠിപ്പിച്ചതാണ്. കൗൺസിലർ നമ്മളാണ് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നത്, അവരെയാണ് കൗൺസിലർ എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന പേഷ്യന്റിന്റെ പേരാണ് എന്ത്, കൗൺസിലി. അപ്പോൾ ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ നീഡ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവരുടെ ഇൻഫോർമേഷൻസ് നമുക്ക് മനസ്സിലാക്കാനും ഈ പറയുന്നത് പോലെ തന്നെ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും ഒരു വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ഫോളോ അപ്പിന് വരാൻ പറയാനും ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. What is the focus of government in limiting methods of planning? അതായത് പറഞ്ഞാൽ നമ്മുടെ ലിമിറ്റിംഗ് മെത്തേഡ്സ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം എന്തായിട്ട് വരും, നമ്മൾ ഈ പറയുന്ന കോൺട്രസെപ്റ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ ഏതാണ് നമ്മുടെ പോപ്പുലേഷൻ കൺട്രോളിൻ്റെ മെത്തേഡ്സിനകത്ത് വരുന്നതാണ്. സോ ഒന്നാമത്തത് എന്ന് പറയുന്നത് യൂസ് ഓഫ് കോണ്ടംസ്, കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ആണ് അല്ലേ. Then insertion of IUCD, intrauterine contraceptive device, non-scalpel vasectomy NSV, and mini lab for women. Okay, then lab ഏതൊക്കെയാണ് നിങ്ങളൊന്ന് നോക്കി.
ഇതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ സ്കാൽപ്പൽ വാസെക്ടമി, അതായത് മെയിൽസിനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്യൂബെക്ടമി, മിനി ലാപ്രോസ്കോപ്പി വഴി സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന പ്രൊസീജിയറാണ് മിനി ലാബ് ഫോർ വുമൺ. അതെന്താണ് നമ്മൾ പറയുന്നത്, ഫലോപ്പിയൻ ട്യൂബിനകത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ തന്നെ കട്ടിടുകയാണ് അല്ലേ. അപ്പം ഇതിനകത്ത് ട്യൂബെക്ടമി ആൻഡ് വാസെക്ടമി, ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ 3 ആണ് കേട്ടോ. Non-scalpel vasectomy for men and mini lab for women. Okay, the focus of government in limiting the methods of planning is on permanent method. ഒരിക്കലും ഒരു ടെമ്പററി മെത്തേഡാണ് നേരത്തെ പറഞ്ഞ കോണ്ടംസിൻ്റെതും IUCDയുടെ കാര്യം. വീണ്ടും അവർക്കൊരു കുട്ടി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാതിരുന്നാൽ പോരെ. സെയിം ലൈക്ക് ഇറ്റ് പെർമനന്റ് മെത്തേഡ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പോപ്പുലേഷൻ കൺട്രോളിനകത്ത്. ഇതെന്ന് പറയുന്നത് നോൺ സ്കാൽപ്പൽ വാസെക്ടമി ഫോർ മെൻ അല്ലെങ്കിൽ മിനി ലാപ്രോട്ടമി ഫോർ വുമൺ. അത് എന്താ ചെയ്യുന്നത്, അപ്പോൾ അവിടെ ട്യൂബെക്ടമിയാണ് ചെയ്യുന്നത് കേട്ടോ. സോ മെൻ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്നത് ലോങ് ടേം സൊല്യൂഷൻസ് ആണ് നമ്മൾ ബർത്ത് കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ പ്രഗ്നൻസീസ് പെർമനൻ്റ്ലി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നോൺ സ്കാൽപ്പൽ വാസെക്ടമിയോ അതേപോലെ തന്നെ ട്യൂബെക്ടമിയോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്. ഇനി ഇതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾസ് ഓഫ് നോൺ ഹോർമോണൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് ആർ. ഇതെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നോൺ ഹോർമോണൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഹോർമോൺ സപ്ലിമെന്റ്സ് അല്ല ഇവിടെ കൊടുക്കുന്നത്. അത് ഏതൊക്കെയാണ്? ചായ ആൻഡ് സഹേലി, ഓപ്ഷൻ എ. മാല ഡി, ദെൻ മാല എൻ, ദെൻ നൺ ഓഫ് ദി എബോ. ഏതായിരിക്കും? നോക്കിയേ ഉത്തരം ചെയ്യാൻ പറ്റുന്നോന്ന്. കേട്ടിട്ടുണ്ടോ ഇത്? നോൺ ഹോർമോണൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്, ഹോർമോണൽസിന്റെ അളവ് കുറവായിരിക്കും അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഓറൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാം എന്താണ്, പിൽസ് രൂപത്തിലാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും? സോ ഓപ്ഷൻ എ ആണ്, ചായ ആൻഡ് സഹേലി ആണ് ഇതിൻ്റെ ആൻസർ. നോൺ ഹോർമോണൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആർ ബർത്ത് കൺട്രോൾ ദാറ്റ് ഡു നോട്ട് ഇൻവോൾവ് ഹോർമോൺസ് ടു പ്രിവെൻറ്റ് പ്രഗ്നൻസീസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ബർത്ത് കൺട്രോൾ ടെക്നിക്സ് തന്നെയാണിത്. ഇതിനകത്ത് എന്തില്ല? ഹോർമോൺസ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്തിനാണ് നമ്മൾ കഴിക്കുന്നത്? പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാനാണ്. ഈ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽസിന് ഭയങ്കര ഐഡിയൽ ആയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് പ്രഗ്നൻസി ഹോർമോൺസ് ഇല്ല, ഹോർമോണൽ സപ്ലിമെന്റ്സ് അല്ല. ഇതൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഒരു ഹോർമോൺ ഫ്രീ ഓപ്ഷൻ ആണ് എന്തിന്? പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാൻ. ദെൻ ചായ ആൻഡ് സഹേലി ആർ ദ എക്സാമ്പിൾസ് ഓഫ് നോൺ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്. ഇവിടെ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് ടിപ്പിക്കലി കണ്ടെയ്ൻ ഇതിനകത്ത് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചോദിക്കും ഇതിനകത്ത് ഏതൊക്കെയാണ് ഇത് എന്താണ് ഇൻഗ്രീഡിയൻസ് അല്ലേ. സോ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സെൻക്രോമാൻ, അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഇംപ്ലാന്റഡ്, അതായത് പറഞ്ഞാൽ നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള, ഇൻ കേസ് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുണ്ട് എഗ് എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്രസിനകത്തത് ഇംപ്ലാന്റ് ആകാതിരിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ചായയും സഹേലി എന്ന് പറയുന്നത് പോപ്പുലർ ആയിട്ടുള്ള എന്താണ് നോൺ ഹോർമോണൽ നേച്ചർ ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. ഇത് എഫക്റ്റീവ്ലി നമുക്ക് നമ്മൾ പ്രിസ്ക്രൈബ് അനുസരിച്ചുള്ള ഡോസിലും കറക്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് ഇത് തരുന്നത് കേട്ടോ. അടുത്തത് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഹാവ് estrogen and progesterone only, both A and B, none of the above. എന്താണ് ഓറൽ കോൺട്രാസെപ്റ്റീവ്? അതിൽ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഉണ്ടോ? പ്രൊജസ്ട്രോൺ മാത്രമേ ഉള്ളോ? അതോ രണ്ട് ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ മാത്രമായിട്ടും കൊടുക്കാൻ പറ്റുമോ? അതോ ഇതൊന്നുമല്ലേ? ആൻസർ അറിയാവോ? സോ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഉള്ള പില്ല് കൊടുക്കാം, പ്രൊജസ്ട്രോൺ മാത്രമായിട്ടുള്ള പില്ല് കൊടുത്താലും അത് എന്താണ്? ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ് കേട്ടോ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ പിൽസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാസെപ്റ്റീവ്സിന്റെ ഏറ്റവും പ്രയറായിട്ടുള്ള മാർഗ്ഗമാണ്. ഇതിനകത്ത് ഹോർമോൺസ് ഉണ്ട്. ഇത് നമ്മുടെ പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യുന്നു. ഈ പിൽസ് എന്ന് പറയുന്നത് നമ്മൾ പില്ലിന്റെ ഫോമിലാണ് വരുന്നത്. നമുക്കറിയാലോ ഗുളികയുടെ ഫോമിലാണ് ഇത് വരുന്നത്. ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയുന്നത് 2 തരത്തിലാണുള്ളത്. ഒന്നെങ്കിൽ കോമ്പിനേഷൻ പില്ലിനകത്താണെന്നുണ്ടെങ്കിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ വരും. അതായിരുന്നു നമ്മുടെ ഓപ്ഷൻ എ. ഇനി അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഒള്ളി പിൽ, അതിനകത്ത് ഏത് മാത്രമേ വരത്തുള്ളൂ? പ്രൊജസ്ട്രോൺ മാത്രമേ വരത്തുള്ളൂ. അതിന്റെ വേറൊരു പേരാണ് മിനി പിൽ. അങ്ങനെയും ചോദിക്കാം. എന്താണ് മിനി പിൽ ഈസ് അതർവൈസ് കോൾഡ് എന്താണ്? പ്രൊജസ്ട്രോൺ ഒള്ളി പിൽ കേട്ടോ.
ഇനി ഇതെന്ന് പറയുന്നത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെന്ന് പറയുന്നത് വുമണ്, നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന വുമണ് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ബ്ലഡ് ക്ലോട്ട്സോ സ്ട്രോക്സോ ഈ ഈസ്ട്രജൻ ഒന്നും കഴിക്കാത്ത വുമൺസ് ഉണ്ടല്ലോ, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡിങ് വുമൺസിന് എന്താണ് കൊടുക്കാം. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ ഈസ്ട്രോജൻ ടേക്ക് ചെയ്യുന്ന വുമൺസിന് അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്താ ഞാൻ പറഞ്ഞതിൽ ഒരു ഇതുണ്ട്, ഈ പറയുന്ന ഈസ്ട്രോജൻ അല്ലെങ്കിൽ സ്ട്രോക്ക് അങ്ങനെയുള്ള വുമൺസിന് കൊടുത്തുകൂടാ. ബ്രസ്റ്റ് ഫീഡിങ് അങ്ങനെയുള്ള മദേഴ്സിനാണ് കൊടുക്കാവുന്നത് കേട്ടോ. ഇനി ഏതാണ് ഹ്യൂമൻ ഡിസീസ് ബാക്ടീരിയ മൂലം കോസ് ചെയ്യുന്ന ഹ്യൂമൻ ഡിസീസ്? നോക്കി, ഇത് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും പറ്റുമെന്ന് തോന്നുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹ്യൂമൻ ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ബാക്ടീരിയ? നോക്കൂ, ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ്, മീസിൽസ്, പോളിയോ. ഇതാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കിട്ടുക ആൻസർ. സോ ഏതാണ്? ടൈഫോയിഡ് ആണ്. മറ്റേത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണ്. മീസിൽസ് എന്താണ്? MMR ആ പറയുന്നതിനകത്ത് വരുന്ന അതും വൈറസ്. പിന്നെന്താണ്? പോളിയോ. മനസ്സിലാവുന്നുണ്ടോ? പോളിയോ വൈറസ് ആയിട്ടല്ലേ നമ്മൾ പറയുന്നത്. സോ ടൈഫോയിഡ് ആണ് ഇതിൻ്റെ ആൻസർ. കറക്റ്റ് ആൻസർ ഈസ് ടൈഫോയിഡ് കേട്ടോ. Typhoid is a bacterial infection that can lead to high fever, diarrhea and vomiting can be fatal. ടൈഫോയിഡ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഇത് നല്ല രീതിക്ക് നമുക്ക് ഹൈ ഡിഗ്രി ഓഫ് ഫീവർ, പനി ഉണ്ടാകും, അതേപോലെ തന്നെ ഡയറിയ ഉണ്ടാകും, പിന്നെ അതേപോലെ തന്നെ വോമിറ്റിംഗ്, നല്ല ഛർദിലായിരിക്കും, അതേപോലെ ഒരു ഫേറ്റൽ കണ്ടീഷനാണ്, മരണപ്പെട്ടു പോകാൻ ചാൻസ് ഉള്ളൊരു കണ്ടീഷനാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയ കോസേറ്റീവ് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാൽമണല്ല ടൈഫി ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ടൈഫോയിഡ് ഫീവറിന് നമുക്ക് ഇതൊരു ടൈപ്പ് ഓഫ് എൻഡറിക് ഫീവർ ആണ്. കൂടുതലും പാരാടൈഫോയിഡ് ഫീവർ അലോങ്ങേറ്റ് എന്താണ് രണ്ടും കൂടെ ചേർന്ന് അങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഇൻഫെക്ഷൻ കൂടുതലും നമ്മുടെ കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടർ, ഫുഡ് ബോൺ ആൻഡ് വാട്ടർ ബോൺ ആണ് കൂടുതലും. നിങ്ങൾ അന്ന് പണ്ട് ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ് ഒരു ടൈഫോയിഡ് മേരി ഡയറിയ, അങ്ങനെ ഫുഡ് പ്രിപ്പറേഷനിലൂടെയാണ് ഇത് കൂടുതലായിട്ട് ഔട്ട് ബ്രേക്ക് ആയത്. പിന്നെ ഇത് കൂടുതലും നമ്മുടെ പ്ലേസസ് ഈ ഹാൻഡ് വാഷിംഗ് ഒക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് അല്ല ചെയ്യാത്ത, അതായത് ലെസ് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്ന ആ റീജിയൻസിലും അതേപോലെ ഫുഡ് ഹാൻഡ്ലേഴ്സിൻ്റെ ഇടയ്ക്കാണ് ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് കേട്ടോ. അടുത്തത് ഇതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. റൂട്ട് ഓഫ് BCG വാക്സിൻ ഏതാണ്? ഇൻട്രാഡെർമൽ ആണോ, സബ്ക്യൂട്ടേനിയസ് ആണോ, ഇൻട്രാമസ്കുലാർ ആണോ, അതോ ഏതാണ് നമ്മുടെ IV റൂട്ടാണോ? BCG ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ID ഫോർ ഇൻട്രാഡെർമൽ, SC ഫോർ സബ്ക്യൂട്ടേനിയസ്, IM ഫോർ ഇൻട്രാമസ്കുലാർ ആൻഡ് IV ഫോർ ഇൻട്രാവീനസ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ കേട്ടോ. ഏതാണ്? ഇതിനകത്ത് ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. സോ നമുക്കറിയാം BCG വാക്സിൻ എന്താണ്? ഇൻട്രാഡെർമൽ റൂട്ടിലാണ് കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബാസിലെ ക്ലെമറ്റെ ഗ്യൂറിൻ എന്ന് പറയുന്ന വാക്സിനാണ്. ഫ്രഞ്ച് ബാക്ടീരിയോളജിസ്റ്റ് ആൽബർട്ട് കെമൽറ്റെ അല്ലെങ്കിൽ കെമല്ലെ ഗ്യൂറിൻ എന്ന് പറയുന്ന രണ്ടുപേരും കൂടെ ചേർന്നാണ് എന്ത് ചെയ്തത്? ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്തത്. രണ്ടും പഠിക്കണം, അതായത് ഈ പറയുന്ന എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഇതിനകത്ത് ആഡ് ചെയ്തതും പഠിക്കണം. ഇതെന്ന് പറയുന്നത് നോക്കിക്കോളൂ, ഫ്രഞ്ച് ആയിട്ടുള്ള ബാക്ടീരിയോളജിസ്റ്റ് ആൽബർട്ട് ക്ലെമറ്റെ അതേപോലെ ക്ലെമല്ലെ ഗ്യൂറിൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബാസിലെ ക്ലെമറ്റെ ഗ്യൂറിൻ എന്നാണ് വാക്സിൻ്റെ പേര്. ഈ BCG വാക്സിൻ കൂടുതലും ജനറേറ്റ് ചെയ്തത് എന്തിനാണ്? ട്യൂബർക്കുലോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഇത് കൂടുതലും കൺട്രീസിൽ ട്യൂബർക്കുലോസിസ് അല്ലെന്നുണ്ടെങ്കിൽ ലെപ്രസി ഒക്കെയുള്ള കൺട്രീസിലൊക്കെ എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് ഇത് കൊടുത്തു വരുന്നു. വൺ ഓഫ് ദ എന്ന് പറയുന്നത് ഈ വാക്സിൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ബർത്തിന് ശേഷം ന്യൂ ബോൺ ബേബീസിന് ആസ് സൂൺ ആസ് പോസിബിൾ എപ്പോൾ കൊടുക്കാൻ പറ്റും അതാണ്. ബർത്തിന് ശേഷം അപ്പോൾ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും പോസിബിളായിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഈ BCG വാക്സിൻ എന്ന് പറയുന്നത് ഒരു ലൈവ് അറ്റനേറ്റഡ് വാക്സിനാണ്. കൂടുതലും നമ്മുടെ ആൾക്കാരെ TBയിൽ നിന്ന് ഇമ്മ്യൂണിറ്റി റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇനി ഹൗ മെനി ഓട്ടോസോംസ് ആർ ദെയർ ഇൻ ഹ്യൂമൻസ്? നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എത്ര ഓട്ടോസോംസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോളൂ, 22 പെയർ, 44 പെയർ, 32 പെയർ ആൻഡ് 43 പെയർ. ഏതാണ്? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആൻസർ?
സോ ഇതിൻ്റെ ആൻസർ 22 പെയർ ആണ്. ഇവിടെ പറയാൻ കാരണമെന്ന് പറയുന്നത് 23 പെയർ അല്ലയോ എന്ന് നിങ്ങളിപ്പോൾ ചോദിക്കും. 23 പെയർസ് എന്താണ്? നമ്മുടെ ഹ്യൂമൻ ക്രോമസോംസിൻ്റെ നമ്പറാണ്. സോ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡി 22 പെയർസ് ഓഫ് ഓട്ടോസോംസും ഒരു പെയർ എന്താണ്? നമ്മുടെ സെക്സ് ഓർബസോൺ എക്സ് ആൻഡ് വൈയും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് 23 വന്നത്. ഓട്ടോസോംസിൻ്റെ നമ്പർ ചോദിച്ചാൽ 22 ആണ്. ഇനി ഇതിനകത്ത് ഹ്യൂമൻ ബോഡിക്കകത്ത് നോർമലി യൂഷ്വലി നമ്മൾ പറയുന്ന പോലെ തന്നെ 23 പെയറാണ് ക്രോമസോംസ് ഉള്ളത്. അതിൽ 22 എന്താണ്? ക്രോമസോംസിന് ഓട്ടോസോംസും ഒരു പെയർ സെക്സ് ക്രോമസോംസ് ആണ്. ഇനി ഓട്ടോസോംസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഹെറിറ്റൻസ്, അതായത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാ ഓർഗാനിസത്തിനകത്തൊന്നും അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷേ സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ സെക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്ന ഏത് ക്രോമസോംസ് ആണെന്ന് ചോദിച്ചാൽ സെക്സ് ക്രോമസോംസ് ആണ്. ഇനി കോസേറ്റീവ് ഓർഗാനിസംസ് ഓഫ് ലൈം ഡിസീസ് ഏതാണെന്ന് നോക്കിയേ. നോക്കൂ, കോസേറ്റീവ് ഓർഗാനിസംസ് ഓഫ് ലൈം ഡിസീസ് റിക്കേറ്റ്സിയ പ്രൊവാസ്കി, ആൽഫ വൈറസ്, ബൊറില്ല ബർഗോഡർഫി, ട്രിപ്പനോസോമ. നോക്കിക്കോളൂ, ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? റിക്കറ്റ്സി ആണോ, ആൽഫ വൈറസ് ആണോ, ബൊറില്ല ആണോ, അതോ ട്രിപ്പനോസോമ ബൊർസെ ഗാംബനീസി ആണോ? ഏതാണ്? ഇതൊക്കെ നമുക്കറിയാവുന്ന വൈറസ് ആണ്. അതിന്റെ ഫുള്ള് ജനീറൽ സ്പീഷീസ് ഉൾപ്പെടെയാണ് ഇരിക്കുന്നത്. റിക്കറ്റ്സിയ, ആൽഫ വൈറസ്, ബൊറില്ല, ട്രിപ്പനോസോമ. അത്രയും നോക്കിയാൽ മതി. ഏതാണ്? ലൈം ഡിസീസ് കേട്ടിട്ടുണ്ടോ? ലൈം ഡിസീസ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലൈം ഡിസീസ് എന്ന് പറയുന്നത് കോസ് ചെയ്യുന്നത് ബൊറില്ല ബർഗോഡർഫി എന്ന് പറയുന്ന കോസിറ്റീവ് ഓർഗാനിസം ആണ്. ഇതൊരു വെക്ടർ ബോൺ ഡിസീസ് ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ ബൊറില്ല എന്താണ്? ബർഗോഡർഫിയാണ്. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബൈറ്റ് ഓഫ് ഓർ ബ്ലാക്ക് ലെഗ്ഡ് ടിക്സ് വഴിയാണ്. നമ്മൾ ഇത് കടിക്കാന്ന് പറയത്തില്ല, അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ടിക്സിന്റെ കടിയൊക്കെ മൂലമാണ് നമുക്ക് ബൈറ്റ് മൂലമാണ് ഇത് കിട്ടുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ സിംറ്റംസ് നമുക്ക് നോക്കാം. നല്ല പനിയായിരിക്കും, ഹൈ ഡിഗ്രി ടെമ്പറേച്ചറുള്ള പനിയായിരിക്കും. അതേപോലെ തലവേദന എടുക്കാം, നല്ല ക്ഷീണമായിരിക്കും, ഫറ്റീഗ് ഉണ്ടാകാം, എർത്രീമ ബൈഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയിലൊക്കെ എന്താണ് റാഷസ്, റെഡ് കളർ റാഷസ് ഉണ്ടാകാം. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഇൻസെക്റ്റിൻ്റെ റിപ്പലൻറ്റ്, നമ്മളുടെ സ്പ്രേ പോലത്തെ റിപ്പലൻസ് ഒക്കെ നമ്മൾ ഇടയ്ക്കത്തില്ലേ, മൊസ്കിറ്റോസിൻ്റെ കൂടെ അങ്ങനെയുള്ള റിപ്പലൻസ്, ഓയിൽമെൻറ്റ്സോ സ്പ്രേയോ ഒക്കെ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് പ്രോംലി ഈ ടിക്സോ എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ പ്രോംലി നമുക്ക് എന്ത് ചെയ്യണം? അതിനകത്ത് റിമൂവ് ചെയ്യണം. പിന്നെ പെസ്റ്റിസൈഡ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ടിക്ക ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ടിക്സിൻ്റെ ശല്യം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാബിറ്റാറ്റ് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കണം. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്നെന്നുണ്ടെങ്കിൽ ഡോക്സിസൈക്ലിൻ അല്ലെങ്കിൽ അമോക്സിസിലിൻ അല്ലെങ്കിൽ സെഫ്രോക്സിൻ എന്ന് പറയുന്നത് 14 ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക് എന്ത് ചെയ്യുക? പ്രിസ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഡോക്സിസൈക്ലിൻ, അമോക്സിസിലിൻ അല്ലെങ്കിൽ സെഫ്രോക്സിൻ 14 ഡേയ്സിൽ. ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ ലൈം ഡിസീസ്, നമ്മുടെ ബ്രെയിനെ ബാധിക്കാം, അല്ലെങ്കിൽ ലൈം ആർത്രൈറ്റിസ് നമ്മുടെ ജോയിൻസിനെ എന്ത് ചെയ്യാം? ബാധിക്കാം. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഫുൾ ഫോം ഓഫ് എലൈസ, വീണ്ടും ഡിസ്ട്രാക്ടേഴ്സിൻ്റെ ഒരു കളിയാണ്. നോക്കിക്കോളൂ. എൻസൈം ലൈസൻസ്ഡ് ഇമ്മ്യൂണോ സൊല്യൂഷൻ ആക്ടിവിറ്റി, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ, എൻസൈം ലിങ്ക്ഡ് ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷൻ ആക്ടിവിറ്റി, എൻസൈം ലൈസസ് ഇമ്മ്യൂണോ സൊല്യൂഷൻ അസേ. ഏതാണ്? പറഞ്ഞോളൂ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ ആണ് പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരം കേട്ടോ. സോ എലൈസ മീൻസ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ. എലൈസ എന്ന് പറയുന്നത് ടെക്നിക്ക് എന്ന് പറയുന്നത് മിക്കവാറും എയർലി ഡയഗ്നോസിസിനകത്ത് വീണ്ടും ഒരു കൺഫോമേറ്ററി അല്ല, നമ്മൾ HIV പോലെയുള്ളതിനകത്ത് നമുക്ക് ഡയഗ്നോസിസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഇത്. ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ ആയിട്ടുള്ള ടെസ്റ്റാണ്. അതും ചോദിക്കാം. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്റ്റഡ് ആയിട്ടുള്ള ടെസ്റ്റാണ് എലൈസ. ഇതിൻ്റെ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പത്തോജൻ നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്നത് ആൻറ്റിജൻസ് വഴിയാണ്. അതായത് പറയുന്നത് നമുക്ക് ഈ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഇത് നമുക്ക് ആൻറ്റിജൻസ് വഴി ഡിറ്റക്ട് ചെയ്യാം. കാരണം എന്താണ്? ഈ പ്രോട്ടീൻ, ഗ്ലൈക്കോപ്രോട്ടീൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ആൻറ്റിബോഡീസ് ഇത് സിന്തസൈസ്, ഈ പത്തോജനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ഇത് സിന്തസൈസ് ചെയ്യില്ല. അങ്ങനെയും നമുക്ക് ഈ ടെസ്റ്റ് വഴി ചെയ്യാം. ഓക്കെ, ഇനി സിസ്മോഗ്രാഫ് നോക്കിക്കോളൂ. സിസ്മോഗ്രാഫ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ. എന്തിനാണ് നമ്മൾ സിസ്മോഗ്രാഫ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത്? എർത്ത് ക്വിക്കിനാണോ, ഹെർട്ട് ബീറ്റിനാണോ, ഫ്ലോ ഓഫ് കറണ്ടിനാണോ, ബ്ലഡ് പ്രഷറിനാണോ? ഏതിനാണ്?
ഇതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോ സിസ്മോഗ്രാഫ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എർത്തുക്വേക്ക് അസസ് ചെയ്യാനാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് വേണ്ടി പഠിക്കാം. എർത്തുക്വേക്ക് അസസ് ചെയ്യാനാണ് നമ്മൾ സിസ്മോഗ്രാഫ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ സഡൻ ട്രമേഴ്സ്, നമ്മുടെ ഭൂമിക്കകത്തുണ്ടാകുന്ന പെട്ടെന്നുള്ള ചലനങ്ങളോ അല്ലെങ്കിൽ ഷേക്കിങ്ങോ എന്തൊക്കെ എർത്ത് ക്രസ്റ്റിലുണ്ടാകുന്നത് തന്നെയാണ് നമ്മൾ എർത്തുക്വേക്ക് എന്ന് പറയുന്നത്. ഈ ക്രസ്റ്റിനുണ്ടാകുന്ന എന്താണ് ഡിഫറെൻറ്റ് പാർട്ട്, അതായത് പറഞ്ഞാൽ ഓരോ, നിങ്ങൾക്കറിയാമല്ലോ, ഓരോ ലെയേഴ്സ്, അത് ഡിഫറെൻറ്റ് പാർട്സിൽ ഡിഫറെൻറ്റ് സൈസസിലാണ് ചെയ്തിരിക്കുന്നത്. അതിനെ നമുക്ക് പ്ലേറ്റ്സ് എന്ന് പറയാം. ഈ മോസ്റ്റ് എർത്തുക്വേക്കും കോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് മൂലം, ചലനങ്ങൾ മൂലമാണ്. സോ ഇതെന്ന് പറയുന്നത് സിസ്മോഗ്രാഫ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന എർത്തുക്വേക്ക് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. റിച്ചർ സ്കെയിൽ അല്ലെങ്കിൽ മെർസലി സ്കെയിൽ എന്ന് പറയുന്ന സ്കെയിൽ, 2 ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതാണ് നമ്മുടെ എർത്തുക്വേക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി അളക്കുന്നത്. റിച്ചർ സ്കെയിൽ എന്താണ് അളക്കുന്നത്? മാഗ്നിറ്റ്യൂഡ്. മെർസലി സ്കെയിൽ ഇൻറ്റൻസിറ്റിയാണ്. തിരിഞ്ഞു പോകരുത്. ഇത് 2 അളക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ബാക്കിയുള്ള ഇൻസ്ട്രുമെൻസിൻ്റെയും കൂടെ നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോ, കാണാമല്ലോ എല്ലാവർക്കും. അമ്മിമീറ്റർ, ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യാൻ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഗ്ലൂക്കോമീറ്റർ എന്താണ്? ബ്ലഡ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഡയബറ്റിസ് അളക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ലാക്ടോമീറ്റർ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക്, ഇതെല്ലാം കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആണ് കേട്ടോ. അത് അളക്കാൻ വിളിക്കുന്നത്. മെർക്കുറി ബാരോമീറ്റർ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓഡോമീറ്റർ, ഡിസ്റ്റൻസ് ട്രാവൽഡ്, എത്ര ഡിസ്റ്റൻസ്. ഓഡോമീറ്റർ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മിക്കവർക്കും അറിയാവുന്നതാണ്. പൈറോമീറ്റർ നമ്മുടെ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. തെർമോമീറ്റർ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. സൈമോമീറ്റർ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. സൈമോമീറ്റർ. ദെൻ വോൾട്ടോമീറ്റർ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വോൾട്ടേജ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് വോൾട്ടോമീറ്റർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെയുണ്ട്? അമ്മീറ്റർ എന്താണ്? ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ. ഗ്ലൂക്കോമീറ്റർ എന്തിനു വേണ്ടി? ഗ്ലൂക്കോസ് മെഷർ ചെയ്യാൻ. മെർക്കുറി ബാരോമീറ്റർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ. ടെമ്പറേച്ചർ അല്ല, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ലാക്ടോമീറ്റർ എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക്. ഓഡോമീറ്റർ എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് മെഷർ ചെയ്യാനും. ബാരോമീറ്റർ ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനും. തെർമോമീറ്റർ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാനും. എന്താണ്? സൈമോമീറ്റർ നമ്മുടെ ഫെർമെൻറ്റേഷൻസ് നോക്കാനും. അതേപോലെ തന്നെ വോൾട്ടോമീറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വോൾട്ടേജ് നമുക്ക് നോക്കാനും ഇത് ഉപയോഗിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? ഡൗട്ടൊന്നുമില്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നെയിം ഓഫ് മലേറിയൽ പാരസൈറ്റ് ഏതാണെന്ന് നോക്കിയേ നിങ്ങൾ. പ്ലാസ്മോഡിയം, ഇക്കോളൈ, അമീബിയ, യുഗൽന. ഏതാണ്? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉത്തരം കിട്ടിയ എല്ലാവർക്കും? സോ മലേറിയൽ പ്ലാസിഡയുടെ പേര് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പാരസൈറ്റ്? പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് കേട്ടോ. സോ മലേറിയ ഈസ് കോസ്ഡ് ഡ്യൂ ടു പ്രോട്ടോസോവ. ഏതാണത്? വൈറസോ ബാക്ടീരിയ വല്ലതും ആണോ? അല്ല, ഇതൊരു പ്രോട്ടോസോവൽ ഏജന്റ് ആണ്, പ്ലാസ്മോഡിയം വൈവാക്സ്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. ചോദിക്കും കാരിയർ ആരാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് മലേറിയയുടെ കാരിയർ. ദെൻ ഇത് പ്രോട്ടോസോവ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിനെയും ലിവറിനെയും സ്പ്ലീനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊരു വാക്സിൻ, മലേറിയയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വാക്സിൻ ഒന്നും ഇതുവരെയായിട്ട് ഡിസ്കവർ ചെയ്തിട്ടില്ല. ഒൺലി അപ്രൂവ്ഡ് ആയിട്ടുള്ള വാക്സിൻ എന്ന് പറയുന്നത് RTS എന്ന് പറയുന്നതാണ്. ഇതെന്ന് പറയുന്നത് ട്രേഡ് നെയിമാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, കൂടുതൽ മോസ്ക്യൂറിക്സ് എന്ന് പറയുന്നതിൻ്റെ ട്രേഡ് നെയിമാണത്. ഇത് എന്താണ് വളരെ എഫിഷ്യൻസി ഒക്കെ വളരെ കുറവാണ്. പിന്നെ ആകെ അവൈലബിൾ എന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ. ഇനി ഇതെന്ന് പറയുന്നത് മെഡിസിൻസ് എന്ന് പറയുന്നത് മലേറിയയ്ക്ക് യൂസ് ചെയ്യുന്നത് ഹൈഡ്രോക്സി ക്ലോറോക്യുനിൻ ആൻഡ് ക്യുനീൻ ആണ്. അത് അറിയാമല്ലോ, മലേറിയ എന്ന് പറയുമ്പോൾ ക്ലോറോക്യുനിൻ അല്ലെങ്കിൽ ക്യുനീൻ ആണ് അതിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ്. ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആൻറ്റി മലേറിയൽ, ഈ ഡ്രഗ് പഠിക്കുക കേട്ടോ, ക്യുനീനും ക്ലോറോക്യുനീനും. ഇനി ഇതിൻ്റെ ആൻറ്റി മലേറിയൽ മെഡിസിൻസിൻ്റെ ഇതെന്ന് പറയുന്നത് ഭയങ്കര വീണ്ടും റിക്കറിങ് ആയിട്ട്, അതായത് ഈ മെഡിസിൻസ് കൊടുക്കാനും ഏക്കാതിരിക്കുന്ന ഒരു പ്രശ്നം വീണ്ടും റെക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫാൽസിപ്പാരം മലേറിയ പാരസൈറ്റ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് ഓഫ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം മലേറിയ പാരസൈറ്റ്സ് ടു പ്രീവിയസ് ജനറേഷൻസ് ഓഫ് മെഡിസിൻസ് സച്ച് ആസ് ക്ലോറോക്വിൻ. അതെന്ന് പറഞ്ഞാൽ ഈ ഫാൽസിപ്പാരം മലേറിയ അതെന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ മാത്രമേ ഉള്ളൂ. ഈ ക്ലോറോക്വിൻ പോലെയുള്ള മെഡിസിൻസിലോട് അവരെന്താ കാണിക്കും? റെസിസ്റ്റൻസ് കാണിക്കും, ഏക്കത്തില്ല കൊടുത്താൽ. ഓക്കെ, ഇനി ഏത് പ്രോഗ്രാമാണ്? വിച്ച് പ്രോഗ്രാം ഈസ് ക്രിയേറ്റഡ് ഫോർ മദർ ആൻഡ് ചൈൽഡ് ബൈ യുനിസെഫ്? ഏതാണ്? ഗോബി FFF, ICDS, MCH, UNFPA. ഏതാണ്? നിങ്ങൾ നോക്കിയേ.
ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നോന്ന് ആൻസർ ഈ പറയുമ്പോൾ നിങ്ങൾ ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഈ ടൈം തരുന്നത്. നിങ്ങൾക്കും കൂടെ നമുക്ക് ഒരുമിച്ചാണ് ഇത് വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്കും കൂടെ ആൻസർ കിട്ടുന്നോ നോക്കണം. യുണിസെഫ് ലോഞ്ച് ചെയ്ത പ്രോഗ്രാം ഏതാണ്? അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി. ഏതാണ്? ഗോബി FFF ആണ്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം ആണ്. G ഫോർ ഗ്രോത്ത് മോണിറ്ററിങ്, O ഫോർ ഓറൽ ഹൈഡ്രേഷൻ, B ഫോർ ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് I ഫോർ ഇമ്മ്യൂണോഷൻ. എന്തെന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്ത് മോണിറ്റർ. കുഞ്ഞ് വളരുന്നോ എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക. അതേപോലെ തന്നെ കുട്ടിക്ക് ഓറൽ റീഹൈഡ്രേഷൻ ആയിട്ടുള്ള തെറാപ്പീസ് ORS പോലെ കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് പ്രോപ്പറായിട്ട് എനർജിക്ക് വേണ്ടി കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് അതാത് മാസങ്ങളിൽ കൊടുക്കുക. സോ ഗോബി എന്ന് പറയുന്ന ഒരു സെലക്ടഡ് പാക്കേജ് ആണ്. WHO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അണ്ടറിലുള്ളതാണ്. ഇത് പ്രൈമറി ഹെൽത്ത് കെയർ സ്ട്രാറ്റജീസ് ഇതിൻ്റെ എന്തൊക്കെ വേണം എന്ന് റെക്കമെൻഡ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ യുണിസെഫ് ആണ്. ഓക്കെ, നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യൻസ് ചെയ്തതിലൊന്നും ഡൗട്ടില്ലല്ലോ. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. ഓൾഡസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ മെഷർ. അതായത് നേരത്തേക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഇപ്പോൾ ഒരു കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ ചെയ്തിരുന്നത്? ക്വാറന്റൈൻ ആണോ, ഐസൊലേഷൻ ആണോ, ഹെൽത്ത് എഡ്യൂക്കേഷൻ? അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്ന ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ഓൾഡസ്റ്റ്. ഇപ്പോഴത്തെ അല്ല, ന്യൂ എന്ന് ചോദിക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയില്ലേ ക്വാറന്റൈൻ, ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഹെൽത്ത് എഡ്യൂക്കേഷൻ മാർഗം കൊണ്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസ് തടയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഏതാണ് മാർഗം? ഐസൊലേഷൻ. മനസ്സിലാകുന്നുണ്ട്? ഇങ്ങനെ വേണം ആ ഒരു കീ കണ്ടുപിടിക്കാൻ. ഡിസ്ട്രാക്ടേഴ്സിൽ നിന്നും കീ കണ്ടുപിടിക്കാൻ ഇങ്ങനെയാണ് ടെക്നിക്ക് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ദെൻ കോർണർ സ്റ്റോൺ ഫോർ കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസീസ്. ഏതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള കോർണർ സ്റ്റോൺ ഏതാണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ, റാപ്പിഡ് ഐഡൻറ്റിഫിക്കേഷൻ, ദെൻ ട്രീറ്റ്മെൻറ്റ്. എങ്ങനെയാണ് നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ? കോർണർ സ്റ്റോൺ ഓഫ് കൺട്രോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതായത് ഈ പറയുന്നത് പോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്ത് നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അതോ പെട്ടെന്ന് കേസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ക്വാറന്റൈൻ കൊടുക്കണോ? അതോ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണോ? ഏതാണ് ഓപ്ഷൻ? റാപ്പിഡ് ഐഡൻറ്റിഫിക്കേഷൻ. കണ്ടുപിടിച്ചതിന് ശേഷമല്ലേ നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് റാപ്പിഡ് ഐഡൻറ്റിഫിക്കേഷൻ വരാനുള്ള ചാൻസ് കേട്ടോ. മറ്റു രണ്ടും വരാത്തതിൻ്റെ ചാൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ബോധവൽക്കരണം കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഇവിടെ ചോദിച്ചത് കൺട്രോളാണ്. വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൺട്രോൾ ചെയ്യണം. പിന്നെ റാപ്പിഡ് ഐഡൻറ്റിഫിക്കേഷൻ, കേസ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് നമുക്ക് എന്നാലേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ആളെ കണ്ടുപിടിക്കണ്ടേ. റാപ്പിഡ് ഐഡൻറ്റിഫിക്കേഷൻ ആർക്കൊക്കെയാണ് ഇത് ചെയ്ത് ഡയഗ്നോസിസ് ചെയ്ത് നമ്മൾ ലാബ് ഡയഗ്നോസിസ് ചെയ്ത് കണ്ടുപിടിക്കണം അല്ലേ. ഇനി മോസ്റ്റ് കോമൺ ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻ അസോസിയേറ്റഡ് വിത്ത് ദ ഫ്ലൂ, സ്വൈൻ ഫ്ലൂ, ഇൻഫ്ലുവൻസ വാക്സിൻ. ഏതാണ്? ICP ആണോ, അതോ ഗുള്ളിയൻ ബാരി സിൻഡ്രോം ആണോ, എപ്പിലെപ്സി ആണോ? അതായത് സ്വൈൻ ഫ്ലൂയുടെ വാക്സിൻ എടുത്തതിന് ശേഷം മോസ്റ്റ് കോമൺ ആയിട്ടുണ്ടായിട്ടുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡർ ഏതാണെന്ന് നോക്കൂ. ഇൻക്രീസ്ഡ് ICP പറയുന്നുണ്ട്, ഗുള്ളൻ ബാരി സിൻഡ്രോം പറയുന്നുണ്ട്, എപ്പിലെപ്സി പറയുന്നുണ്ട്. ഏതാണ്? ഐഡൻറ്റിഫൈ ചെയ്തോ. സോ ആൻസർ ഗുള്ളൻ ബാരി സിൻഡ്രോം ആണ്. ന്യൂറോളജിക്കൽ ഓർക്കുമ്പോഴേ ഓർക്കുക എന്താണ് ഇതിൽ കൂടുതലും ഗുള്ളൻ ബാരിയാണ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും. ICP കൂടുതലും പ്രശ്നമാണ് കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്നാലും നമ്മൾ പറയത്തില്ല ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനൊക്കെ ഒത്തൻറ്റിക് ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഗുള്ളൻ ബാരി ഒക്കെ പറയത്തില്ല. സെയിം ലൈക്ക് ഇവിടെ അങ്ങനെയെങ്കിലും ഓർത്തൊരു കണക്ഷൻ വെച്ച് പഠിക്കുക. ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻ സ്വൈൻ ഫ്ലൂയുടെ വാക്സിൻ എടുക്കുമ്പോൾ ഉണ്ടാകാനുള്ള ചാൻസ് ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് ഈ പറയുന്ന പോലെ ഗുള്ളൻ ബാരി സിൻഡ്രോം ആണ്. ഓക്കെ, മെത്തേഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു ക്യാരി സ്മോൾ ക്വാണ്ടിറ്റീസ്, അതായത് 16 to 20 വരെ, ഒരു 16 മുതൽ 20 വരെ വയൽ നിങ്ങൾക്കറിയാമല്ലോ വാക്സിൻ ക്യാരി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് മെത്തേഡാണ് ചോദിച്ചിട്ടുള്ളത്. കമ്മ്യൂണിറ്റി റിലേറ്റഡ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വാക്സിൻ ക്യാരിയർ, ILR, റെഫ്രിജറേറ്റർ ഏത് ഉപയോഗിക്കും നിങ്ങൾ? ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആൻസർ? വാക്സിൻ ക്യാരിയർ ഉപയോഗിക്കുക. വാക്സിൻ ക്യാരിയർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, മറ്റേ സ്മോൾ ബോക്സിങ് അംഗൻവാടീസിലൊക്കെ സിസ്റ്റേഴ്സ് ഇഞ്ചക്ഷൻസിന് വരുമ്പോൾ കൊണ്ടുവരുന്ന കണ്ടിട്ടില്ലേ. ILR നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ CHC PHC പോകുമ്പോൾ ലാർജ് ബോക്സസ് ആയിട്ടുള്ളത് അതാണ് ILR. റെഫ്രിജറേറ്റർ നമ്മുടെ ഫ്രിഡ്ജ്. ഏതാണ്? ILR അല്ല എന്തായാലും, റെഫ്രിജറേറ്ററും അല്ല. പിന്നോ വാക്സിൻ ക്യാരിയർ. മനസ്സിലായോ? അങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. വാക്സിൻ ക്യാരിയറാണ് ഇതിൻ്റെ ഓപ്ഷൻ. ഇനി മറ്റേ രണ്ടും വരാതിരുന്നത് മനസ്സിലായോ കാര്യങ്ങൾ? നമുക്കൊരു പോർട്ടബിളായിട്ട് റെഫ്രിജറേറ്റർ കൊണ്ടുപോകാൻ പറ്റുമോ? ILR വേണ്ടോ അതിന്?
16 മുതൽ 20 വയൽ വരെ കൊണ്ടുവരുന്നതിന് വേണ്ട. ഇനി മോസ്റ്റ് കോമൺ മെത്തേഡ് ഫോർ സ്റ്റോറേജ് ഓഫ് വാക്സിൻ അറ്റ് PHSC ലെവൽ. PHSC ലെവലിൽ ഏറ്റവും കോമൺ ആണ്. PHSCയുടെ ഫുൾ ഫോം എന്തായാലും പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റർ കേട്ടോ. ഏതാണ് വാക്സിൻ നമ്മുടെ PHSC ലെവലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള വാക്സിൻ സ്റ്റോറേജിന് ഉപയോഗിക്കുന്നത് ഏതാണ്? റെഫ്രിജറേറ്റർ. ILRയുടെ ഫുൾ ഫോമും പഠിച്ചു വെക്കുക. ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റർ, കോൾഡ് ചെയിൻ. ഏതാണ്? PHSCയിൽ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തേ പറ്റുന്നു നോക്കട്ടെ. ഓക്കെ, ഉത്തരത്തിലോട്ട് പോകാം. ഇത് ILR ആണ് PHSCയിൽ വേണ്ടത്. ഐസ് ലൈൻഡ് ആയിട്ടുള്ള റെഫ്രിജറേറ്ററാണ് അവിടെ വേണ്ടത് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ PHSCയിലൊക്കെ വാക്സിനേഷനൊക്കെ നല്ല പ്രോംപ്റ്റായിട്ട് നടക്കുന്നുണ്ടാണ്. അപ്പോൾ റെഫ്രിജറേറ്ററിൽ നമുക്ക് ഒരു പരിധിവരെ വാക്സിൻ സൂക്ഷിക്കുന്നതിൽ അതിൻ്റെ വെയറബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ പറയുന്ന ILR പോലുള്ള ലാർജ് ഐസ് ലൈൻഡ് ആയിട്ടുള്ള റെഫ്രിജറേറ്ററിലാണ് ഉപയോഗിക്കുന്നത്, വെക്കുന്നത്, സൂക്ഷിക്കുന്നത് കേട്ടോ. A system which is used to help the storage and transportation of vaccination at low temperature. ഇനി നമ്മുടെ വാക്സിനേഷൻസ് എന്താണ് ലോ ടെമ്പറേച്ചറിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റം ഏതാണെന്ന് നോക്കാം. കോൾഡ് ബോക്സ്, കോൾഡ് ചെയിൻ, റെഫ്രിജറേറ്റർ. ഏതാണ്? ലോ ടെമ്പറേച്ചർ. ഇതുവരെ പറഞ്ഞ പോലെയല്ല, മറ്റേതെല്ലാം നമ്മൾ ആ വാക്സിൻ്റെ പൊട്ടൻഷ്യൽ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ILR ഇതൊരു സൂക്ഷിക്കും. ഇവിടെ പറയുന്നത് നമ്മുടെ സ്റ്റോറേജും അതേപോലെ ട്രാൻസ്പോർട്ടേഷനും ചെയ്യുക വാക്സിനേഷൻ. പക്ഷേ ഇതിനകത്ത് ലോ ടെമ്പറേച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കോൾഡ് ബോക്സ് ആണോ, കോൾഡ് ചെയിൻ ആണോ, റെഫ്രിജറേറ്റർ ആണോ? ആൻസർ കിട്ടിയോ? സോ ആൻസർ ഈസ് കോൾഡ് ചെയിൻ. കോൾഡ് ചെയിൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം വാക്സിൻ ക്യാരിയറിൻ്റെ കാര്യം ഒരു ക്വസ്റ്റ്യനിലൂടെ കവർ ചെയ്തു. ILR പറഞ്ഞു, കോൾഡ് ചെയിൻ പറഞ്ഞു. അപ്പോൾ മനസ്സിലായോ ഡിഫറൻസ് നിങ്ങൾക്ക്? ഇനി റെക്കമെൻഡഡ് ടെമ്പറേച്ചർ ഓഫ് സ്റ്റോറേജ് ഓഫ് പോളിയോ വാക്സിൻ. പോളിയോ വാക്സിൻ്റെ റെക്കമെൻഡഡ് ടെമ്പറേച്ചർ ഏതാണെന്ന് നോക്കാം. ഓക്കെ, പറയൂ. റെക്കമെൻഡഡ് ടെമ്പറേച്ചർ ഓഫ് സ്റ്റോറേജ് ഓഫ് പോളിയോ വാക്സിൻ 36 ഡിഗ്രി സെൽഷ്യസ് ആണോ, -20 ഡിഗ്രി സെൽഷ്യസ് ആണോ, -4 ഡിഗ്രി സെൽഷ്യസ് ആണോ? പോളിയോ വാക്സിൻ ഏതാണ് ആൻസർ? ഞാൻ പറഞ്ഞില്ലേ ഇമ്മ്യൂണൈസേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തന്നെ എത്ര ഇമ്മ്യൂണൈസേഷനും അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജിൻ്റെയും ക്വസ്റ്റ്യൻസ് വന്നു. വൈഡ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെന്ന് ചോദിക്കുന്നു. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. സോ ക്വസ്റ്റ്യൻ്റെ ആൻസർ -20 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പോളിയോ വാക്സിനെ സ്റ്റോർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി പാസീവ് ഇമ്മ്യൂണൈസേഷൻ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്? പാസീവ് ഇമ്മ്യൂണൈസേഷൻ വാക്സിൻ കൊടുത്താണോ, ആൻറ്റിസെറ അല്ലെങ്കിൽ ആൻറ്റി ടോക്സിൻസ് കൊടുത്താണോ, അല്ലെങ്കിൽ ബർത്ത് വഴി തന്നെ നമുക്ക് പാസീവ് ഇമ്മ്യൂണൈസേഷൻ കിട്ടുമോ? എങ്ങനെയാണ് ആൻസർ? വാക്സിൻസ് വഴിയാണോ, ആൻറ്റിസെറ വഴിയോ, അല്ലെങ്കിൽ ആൻറ്റി ടോക്സിൻസ് വഴിയാണോ, അതോ ഈ പറയുന്നതിൽ ബർത്ത് വഴി നമുക്ക് പാസീവ് ഇമ്മ്യൂണിറ്റി? ഏതൊക്കെ തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്? ഇനി ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട് കേട്ടോ. ഇതാണ് ഉത്തരം കണ്ടോ. ആൻറ്റിസെറ അല്ലെങ്കിൽ ആൻറ്റി ടോക്സിൻസ് വഴിയാണ് നമുക്ക് ഏത് കിട്ടുന്നത്? പാസീവ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്. ഓക്കെ, പാസീവ് ഇമ്മ്യൂണിറ്റി മനസ്സിലാകുന്നുണ്ടോ? ആൻറ്റിസെറ അല്ലെങ്കിൽ ആൻറ്റി ടോക്സിൻസ്. മറ്റേ ബർത്ത് വഴി ഇറ്റ്സെൽഫൊക്കെ കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ഏതാണ്? നമുക്ക് അക്വയർഡ് ആയിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടും അല്ലേ? അക്വയർ ചെയ്യുന്നതും നമ്മളേതാണ്? നമ്മൾ ബർത്ത് കാലക്രമേണ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അക്വയർ ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയുടെ ഒരു എക്സാമ്പിളാണ് നമുക്ക് വാക്സിൻസ് പറയാം. ഇനി ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എങ്ങനെയാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? IgG ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അതെങ്ങനെയാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? ഇൻട്രാവീനസ് റൂട്ടോ, ഇൻട്രാമസ്കുലാർ റൂട്ടാണോ, അതോ ഹൈപ്പോഡെർമൽ റൂട്ടാണോ? ഹൈപ്പോഡെർമൽ എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രാഡെർമൽ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഹൈപ്പോഡെർമൽ എന്ന് പറയുന്നത്. സോ പറയൂ ആൻസർ നോക്കൂ. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അഡ്മിനിസ്റ്റർഡ് ത്രൂ ഇൻട്രാവീനസ്, ഇൻട്രാമസ്കുലാർ ഓർ ഹൈപ്പോഡെർമൽ റൂട്ട് ഏതാണ്? ആൻസർ കിട്ടിയോ? സോ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് ഇൻട്രാമസ്കുലാർ റൂട്ട് വഴിയാണ് കേട്ടോ. ദെൻ IgE എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇയുടെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എത്ര ദിവസമാണെന്ന് നോക്കൂ. 120 ഡേയ്സ്. ഇതുവഴി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. ഏതാണ് ആ ക്വസ്റ്റ്യൻ? 120 ഡേയ്സിൻ്റെ ക്വസ്റ്റ്യൻ ഏതാണ്? ഹാഫ് ലൈഫ് ഓഫ് IgE ആണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ലൈഫ് സ്പാൻ ഓഫ് RBC ക്വസ്റ്റ്യൻ വരാം 120 ഡേയ്സ് കേട്ടോ.
സോ അത് അഡൾട്ടിലെയാണ്. ന്യൂ ബോൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്താണ് കുഞ്ഞുങ്ങളിൽ 90 days ആണ്. ഓക്കെ, ഇവിടെ നോക്കൂ, IgEയുടെ എന്താണ് ഹാഫ് ലൈഫാണ് ചോദിച്ചിരിക്കുന്നത്. 120 ദിവസം, 2 മുതൽ 3 ദിവസം, 6 മുതൽ 8 ദിവസം. ഏതാണ് ആൻസർ? കിട്ടിയോ? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? 2 to 3 days ആണ് ആൻസർ. 2 to 3 days ഓഫ് ഹാഫ് ലൈഫ് ഓഫ് ഇമ്യൂണോഗ്ലോബുലിൻ ഇ. ഇനി IgAയുടെ ഹാഫ് ലൈഫ് നോക്കൂ. ഹാഫ് ലൈഫ് ഓഫ് ഇമ്യൂണോഗ്ലോബുലിൻ എ. ഓപ്ഷൻ എ 1 to 4 days, ഓപ്ഷൻ ബി 6 to 8 days ആൻഡ് ഓപ്ഷൻ സി 10 to 15 days. ഏതാണ് ആൻസർ? നോക്കി, ആൻസർ 6 to 8 days ആണ് ആൻസർ കേട്ടോ. എന്തിൻ്റെയാണ്? IgA, ഇമ്യൂണോഗ്ലോബുലിൻ എ. IgEയുടെയാണ് 2 to 3 days, മറ്റേത് എത്രയാണ്? 6 to 8 days. മനസ്സിലാവുന്നുണ്ടോ? IgA for 6 to 8 days ആൻഡ് IgE for 2 to 3 days. മനസ്സിലാവുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. മേജർ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഓഫ് സെറം. സെറത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ എ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി, ഇമ്മ്യൂണോഗ്ലോബുലിൻ എം. ഏതായിരിക്കും? ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി ആണ് സെറത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേട്ടോ. ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി. ഓക്കെ, IgG ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ. കിൽഡ് വാക്സിൻസ് ആർ അഡ്മിനിസ്റ്റേർഡ് ബൈ. അതായത് കിൽഡ് വാക്സിനകത്ത് എന്താണ്? ലൈവായിട്ടുള്ള ഓർഗാനിസംസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ വൈറസസ് ഇല്ല. സോ ഇതിനകത്ത് എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? IV റൂട്ടിലാണോ, IM റൂട്ടിലാണോ, സബ്ക്യൂട്ടേനിയസ് അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർ റൂട്ടിലാണോ, അതോ ഹൈപ്പോഡെർമൽ റൂട്ടിലാണോ? കിൽഡ് വാക്സിൻ ഏതാണ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ? ഏതാണ്? സോ സബ്ക്യൂട്ടേനിയസ് അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർ റൂട്ടിലാണ് നമ്മൾ കിൽഡ് വാക്സിൻസിനെ എന്ത് ചെയ്യുന്നത്? ലൈവ് അല്ല, കിൽഡ് വാക്സിൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. സബ്ക്യൂട്ടേനിയസ് അല്ലെങ്കിൽ ഏതാണ്? ഇൻട്രാമസ്കുലർ. നെക്സ്റ്റ്, ഇമ്മ്യൂണോബയോളജിക്കൽ സബ്സ്റ്റൻസ് വിച്ച് പ്രൊഡ്യൂസ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് എ ഡിസീസ്. അതായത് ഇമ്മ്യൂണോബയോളജിക്കൽ എന്താണ്? സബ്സ്റ്റൻസ് ആണ്. അത് നമുക്ക് ഒരു സ്പെസിഫിക് പ്രൊട്ടക്ഷൻ, നമുക്ക് പെട്ടെന്ന് രോഗം വരാതിരിക്കാൻ വേണ്ടി ഒരു സ്പെസിഫിക് പ്രൊട്ടക്ഷൻ തരുന്നു. അത് ഏതാണ്? ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വാക്സിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഏതാണ്? ഇമ്മ്യൂണോബയോളജിക്കൽ സബ്സ്റ്റൻസ് ആണ് കേട്ടോ. ഏതാണ് ആൻസർ? നോക്കിക്കോളൂ, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നോ? കിട്ടിയോ ആൻസർ? സോ ഇമ്മ്യൂണോബയോളജിക്കൽ കോമ്പോൺസ് വിച്ച് ഈസ് അഡ്മിനിസ്റ്റർഡ് വിച്ച് പ്രൊവൈഡ്സ് എ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചാൽ വാക്സിൻ ആണ്. അറിയാമല്ലോ എല്ലാവർക്കും അതൊക്കെ. ഇനി ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് T സെൽ, B സെൽ, ആൽഫ സെൽ. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി കോസ്ഡ് ബൈ T സെൽ, B സെൽ ഓർ ആൽഫ സെൽ. ഐഡൻറ്റിഫൈ. കിട്ടിയോ ഉത്തരം? സോ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കോസ് ചെയ്തിരിക്കുന്നത് B സെല്ല് വഴിയാണ്. ഏതാണ്? B സെൽ വഴിയാണ്. The time interval between the invasion of an agent and appearance of first sign of disease. അതായത് നമ്മുടെ ബോഡിയിലോട്ട് ഒരു ഏജൻറ്റ് ഇൻവേഡ് ചെയ്ത് കയറി അതിനുശേഷം നമുക്കൊരു ഇൻഫെക്ഷൻ ഫസ്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് ഒരു ഇൻഫെക്ഷൻ്റെ ഫസ്റ്റ് സൈൻ കാണിക്കുന്നത് ഏത് പീരീഡിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ, ട്രാൻസ്മിഷൻ പീരീഡ് കഴിക്കുന്നുണ്ട്. അതായത് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്തു. ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നുണ്ട്, ടെർമിനേഷൻ പീരീഡ് പറയുന്നുണ്ട്. ഏതാണെന്ന് നോക്കൂ. ഉത്തരം കിട്ടിയോ? സോ ഇൻക്യുബേഷൻ പീരീഡ് ഞാൻ പറഞ്ഞു തരാം. ട്രാൻസ്മിഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറിജിൻ ഉണ്ടായിരിക്കും അല്ലേ?
ഓക്കെ, ഇവിടെ ട്രാൻസ്മിഷൻ പീരീഡും ഇൻക്യുബേഷൻ പീരീഡും ടെർമിനേഷൻ പീരീഡും പറഞ്ഞിട്ടുണ്ട്. ഈ ട്രാൻസ്മിഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു എന്താണ്, ഇപ്പം എനിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, എന്നിൽ നിന്നും വേറൊരാൾക്ക് അത് കിട്ടുന്ന ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ആ ഹോസ്റ്റിൽ നിന്നും ഒരു ഏജൻറ്റിലേക്ക് കിട്ടുന്ന ആ ഒരു പീരീഡിനെയാണ് ട്രാൻസ്മിഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഹോസ്റ്റ്, മനസ്സിലാവുന്നുണ്ടോ? ആ ഏജൻറ്റിലേക്ക് എത്തിപ്പെടുന്ന ഒരു പീരീഡ് ഉണ്ടല്ലോ, ഹോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ ഓർഗാനിസം വളരുന്നത് മുമ്പ് ഞാനാണ് അതിൻ്റെ ഹോസ്റ്റ്. ഇനി അത് ഇതിനകത്ത് ഇതിനകത്ത് ഏജൻറ്റും ഉണ്ടല്ലോ. ഈ പറയുന്ന വേറൊരു റിസർവയർ അല്ലെങ്കിൽ എന്നെ ഒരു റിസർവയറായിട്ട് കൺസിഡർ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്ന ഏജൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോസേറ്റീവ് ആയിട്ടുള്ള ഏജൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ വൈറസ് ആയിക്കോട്ടെ ബാക്ടീരിയ വേറൊരു ഹോസ്റ്റിലേക്ക് കണ്ടുപിടിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ഹോസ്റ്റിനെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ഏജൻറ്റിൽ എടുക്കുന്ന ആ ടൈം പീരീഡ്, അതിനെയാണ് നമുക്ക് എന്തെന്ന് ട്രാൻസ്മിഷൻ പീരീഡ്. ഇനി ഇത് ഹോസ്റ്റിൽ എത്തിക്കഴിഞ്ഞ് വിചാരിക്കുക, ഹോസ്റ്റിലെത്തി എന്ന് വിചാരിക്കുക. ആ പീരീഡിൽ കുറച്ച് നാളത്തേക്ക് ഇത് എന്ത് ചെയ്തിരിക്കും? ഈ സപ്രസ്ഡ് ആയിട്ടിരിക്കും. അതിൻ്റെ ഈ പറയുന്നത് ഇത് ജനറേറ്റ് ചെയ്ത് അത് കുറച്ചും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ചെയ്തേക്കുക. അത് ഫസ്റ്റ് സിംറ്റം ആക്കി കൊണ്ടുവരുന്ന ആ ഒരു പീരീഡ് വരെ എന്താണ്? ഇൻക്യുബേഷനാണ്. ടെർമിനേഷൻ അവിടെ കഴിഞ്ഞു. ഇനി വേറെ ഒരാളിലേക്ക് എന്ത് ചെയ്യും? ആ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞു, അതിനത് പ്രോബബിൾ ആയിട്ട് സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങി, വേറെ ഒരാളിലേക്കും എന്ത് ചെയ്യാൻ തുടങ്ങി? ട്രാൻസ്മിഷനും തുടങ്ങി. സോ ഇറ്റ് ഈസ് നോൺ ആസ് ടെർമിനേഷൻ. ഓക്കെ, സോ ഇതിനകത്ത് ഏതാണ് എക്സാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നിങ്ങൾ പറയുക? ഏതാണ് പറയേണ്ടത്? ഇൻക്യുബേഷൻ പീരീഡ് ആണ് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കാരിയർ ഓഫ് ആൻ എവിർലൻറ്റ് ഓർഗാനിസം ആർ കാൾഡ്. അതായത് ഒരു എവിർലൻറ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ കാരിയറിനെ പറയുന്ന പേരെന്താണ്? മോണോ കാരിയർ, സ്യൂഡോ കാരിയർ, ഏജൻറ്റ്. ഏതാണ് ആൻസർ? കാരിയർ, എവിർലൻറ്റ് ഓർഗാനിസത്തിൻ്റെ കാരിയർ നോക്കി പറയും പ്രോപ്പറായിട്ട്. സ്യൂഡോ കാരിയർ ആണ് ഇതിൻ്റെ ആൻസർ. ഏതാണ്? സ്യൂഡോ കാരിയർ. ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. ദെൻ പേഴ്സൺസ് ഹു ക്യാരി എ ഡിസീസ് പ്രൊഡ്യൂസിങ് ഓർഗാനിസം വിത്തൗട്ട് പ്രൊഡ്യൂസിങ് എനി സിംറ്റം. അതായത് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ഒരു ഡിസീസ് ക്യാരിയിങ് ഓർഗാനിസത്തിന് എന്ത് ചെയ്യാണ്? ക്യാരി ചെയ്യുകയാണ്, പക്ഷേ ഒരു സിംറ്റമും അദ്ദേഹം കാണിക്കുന്നില്ല. ഏതാണ് ആൻസർ? പേഴ്സൺ ഹു ക്യാരി ഡിസീസ്. അതായത് ഇപ്പം എനിക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് ഡിസീസ് ഉണ്ട്, എൻ്റെ ശരീരത്തിൽ വിർലൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെയായിട്ടും ഒരു സിംറ്റമും കാണിച്ചിട്ടില്ല. എന്താണ്? കാരിയർ. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഓപ്ഷൻ റൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കാരിയർ ആണ് റൈറ്റ് ഓപ്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. എല്ലാവരും ആൻസർ ശരിയാക്കും, 100% ശരി, ഉറപ്പാണ്. കണ്ടാജി, നോസോകോമിയൽ, നൺ ഓഫ് ദ എബോവ്. ഏതാണ്? ഹോസ്പിറ്റൽ അക്വയർഡ്. വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അതർവൈസ് നോൺ ആസ് HAI കേട്ടോ. അങ്ങനെ ചോദിച്ചാൽ അബ്രിവേഷൻ ചോദിച്ചാലും എഴുതണം. ഏതാണ് ഉത്തരം? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു നോക്കി. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ നോസോകോമിയൽ ഇൻഫെക്ഷൻ അതർവൈസ് നോൺ ആസ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ കേട്ടോ. ദെൻ ആൻ ഔട്ട്ബ്രേക്ക് ഓഫ് ഡിസീസ് ഇൻ ദ ബേർഡ് പോപ്പുലേഷൻ. ഏതായിരിക്കും? ഇതിനകത്ത് മിക്കവാറും ഡിസ്ട്രാക്ടേഴ്സ് പോലെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തെറ്റിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓർണിത്തോളജി, എപ്പോർണിത്തിക്, ഓൺകോളജി. ഏതാണ് ഉത്തരം? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയോ? ബേർഡ് പോപ്പുലേഷൻ, അതായത് പക്ഷികളുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ഔട്ട്ബ്രേക്ക്, പെട്ടെന്നൊരു ഔട്ട്ബ്രേക്ക്, ഒരു ഡിസീസ് ഒറിജിനേറ്റ്, നമ്മൾ നിപ്പൊക്കെ വന്ന പോലെ. അതാണ് എൻ്റെ പേരെന്താണ്? എപ്പോർണിത്തിക് എന്നാണ് പേര്. ഇപ്പം ചോദിക്കും ഓർണിത്തോളജി. അത് ബേർഡ്സിൻ്റെ എന്താണ് പോപ്പുലേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ബേർഡ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഓർണിത്തോളജി എന്ന് പറയുന്നത്. ഇതിൽ ബേർഡ്സിനുണ്ടാകുന്ന ഡിസീസ് അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു ഔട്ട്ബ്രേക്ക് ഡിസീസിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്
എപ്പോർലിത്തിക്. ഓക്കെ, ഓങ്കോളജി നിങ്ങൾക്ക് അറിയാലോ, ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം. ദെൻ ആൻഡ് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റഡ് ടു ആനിമൽസ് ടു മാൻ, അതായത് ആനിമൽസിൽ നിന്നും മാനിലേക്ക്, മനുഷ്യരിലേക്ക് പകരുന്ന ഇൻഫെക്ഷൻ. മൈക്കോസിസ്, മൈക്കോസിസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അല്ലേ. സൂനോസിസ്, ആർത്രോപോളജി. ഇതിലേതാണ്? ഏതാണ് നോക്കി? മൈക്കോസിസ് ആണോ, സൂനോസിസ് ആണോ, ആർത്രോപോളജി ആണോ? ആനിമൽസ്, അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് വരണം. ഏതാണ് ഡിസീസ്? സൂനോസിസ്. എന്താണ്? ആനിമൽസിൽ നിന്നും മാനിലേക്ക് വരുന്ന ഡിസോർഡേഴ്സിനെ, അതായത് ആനിമൽ ഒറിജിനേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ്. നമ്മൾ ആന്ത്രാക്സ് കേട്ടിട്ടുണ്ടോ? കൂടുതലും ഈ പറയുന്ന കൗവിൽ നിന്നൊക്കെ കിട്ടും. ബഫല്ലോ ഈ പറയുന്ന പോലെ തന്നെ അത് എന്താണ്? സൂനോസിസ് ഡിസോർഡർ ആണ് കേട്ടോ, സൂനോസിസ്. ഔട്ട്ബ്രേക്ക് ഓഫ് ഡിസീസ് ഈസ് ഫ്രെയിംഡ് ആസ്, ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ഔട്ട്ബ്രേക്ക്, ആ ഒരു ഡിസീസിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇൻസിഡൻസ് എന്നാണോ, എപ്പിഡമിക് എന്നാണോ, പ്രിവലൻസ് എന്നാണോ പറയുന്നത്? ഔട്ട്ബ്രേക്ക് ഓഫ് ഡിസീസ് എന്താണ് പറയുന്നത്? നോക്കിക്കോളൂ. പെട്ടെന്ന് ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായി, ഒരു ഡിസീസ് പെട്ടെന്ന്, ഞാനൊരു കാര്യം പറയട്ടെ, കൊറോണ പെട്ടെന്ന് ഇതുവരെയായിട്ടുണ്ടായിരുന്നോ? പെട്ടെന്നൊരു ഔട്ട്ബ്രേക്ക് ആയിരുന്നു ഉണ്ടായി. എന്താണത്? എപ്പിഡമിക് ആണ്, എപ്പിഡമിക് കേട്ടോ. ആൻസർ, കറക്റ്റ് ആൻസർ ഈസ് എപ്പിഡമിക്. അൺയൂഷ്വൽ ഒക്കറൻസ് ഓഫ് എ ഡിസീസ് ഇൻ പർട്ടിക്കുലർ റീജിയൻ, അതായത് പെട്ടെന്ന് ഒരു പർട്ടിക്കുലർ റീജിയൻ പ്രത്യേകിച്ച് കുഴപ്പങ്ങളില്ല, പെട്ടെന്ന് അൺയൂഷ്വൽ ആയിട്ടൊരു സാഹചര്യ വിരുദ്ധമായിട്ട് പെട്ടെന്ന് ഒരു അൺയൂഷ്വൽ ആയിട്ടൊരു ഡിസീസ് ഒരു റീജിയൻ ഉണ്ടാക്കി. അതിൻ്റെ പേര് ഒരു റീജിയൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റേടത്ത് നമ്മൾ പറഞ്ഞതെന്ന് പറയുന്നത് ഔട്ട്ബ്രേക്ക് ഓഫ് എ ഡിസീസ്, ഇതൊരു പെട്ടെന്ന് വേൾഡ് വൈഡ് ആയിട്ട് നമ്മളിങ്ങനെ പറയുകയാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ റീജിയൻ എന്നിവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണ് അപ്പോൾ അത്? പാൻഡമിക് ആണോ, എപ്പിഡമിക് ആണോ, അതോ എന്താണ് നമ്മുടെ ഇൻസിഡൻസ് ആണോ? കൺഫ്യൂഷൻ വന്നോ? എപ്പിഡമിക് തന്നെയാണ് കേട്ടോ. ദെൻ ദ ഫസ്റ്റ് ഫേസ് ഓഫ് എപ്പിഡമോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, അതായത് എപ്പിഡമോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മളിത് ഓൾറെഡി പഠിച്ചതാണ്. എപ്പിഡമോളജിക്കൽ സ്റ്റഡി ഞാൻ പഠിപ്പിച്ചതാണ്. അത് കുറേ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. സോ എപ്പിഡമോളജിക്കൽ തിയറിക്കകത്ത് പിന്നെ അതുപോലെ എപ്പിഡമോളജിക്കൽ ട്രയാഡും ഇത് കൂടാതെ ഞാൻ പഠിപ്പിച്ചിരുന്നു, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള. സോ ഇത് നോക്കിയാൽ അനാലിറ്റിക്കൽ സ്റ്റഡി, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി, കോർഹെഡ് സ്റ്റഡി. ഏതാണ്? എപ്പിഡമോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫസ്റ്റ് ഫേസ് ഏതാണ്? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നോ? ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയാണ് ഏത്? ആൻസർ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രിവലൻസ് ആൻഡ് ഇൻസിഡൻസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ്, അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ഇതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യനും കൂടെ നാളെ ചെയ്യാം. അത് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ കുറച്ചും കൂടെ ഈ ഡാലി ക്വാലി എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസില്ലേ, അത് നമുക്കൊന്ന് നാളെ ചെയ്യാം കേട്ടോ. സോ ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിവലൻസ് ആൻഡ് ഇൻസിഡൻസ് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? പ്രിവലൻസും ഇൻസിഡൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതിലേതാണ് ഫോർമാറ്റ് കറക്റ്റ്? സിമ്പിളാണ്. പ്രിവലൻസ് ഈസ് ഈക്വൽ ടു ഇൻസിഡൻസ് ഇൻറ്റു എന്താണ്? ഡിസീസ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ. ഈ പറയുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, ഓക്കെ, ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. മാറിപ്പോരുത്. പ്രിവലൻസ്, ഈ ഡിസീസ് ഉണ്ടാകുന്നതിൻ്റെ ഡ്യൂറേഷൻ, അതിനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡി എന്ന് പറയുന്നത്. മറ്റേത് രണ്ടിലും കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഒന്ന് പി ഫോർ പ്രിവലൻസ് ആൻഡ് ഐ ഫോർ എന്താണ്? ഇൻസിഡൻസ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഫോർമാറ്റ്. ഇതാണ് അതിൻ്റെ എന്ത് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ കേട്ടോ. പി ഈക്വൽ ടു ഐ ഇൻറ്റു ഡി. All current cases existing at given point of time over or
over a period of time in a given population. അതായത് all current cases existing at a given point in a time. അതായത് എല്ലാ ഒരു പ്രത്യേക സമയം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന എല്ലാ കറണ്ട് കേസസും അതേപോലെ തന്നെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ നിശ്ചയിച്ച ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എടുക്കുന്നതിന് പറയുന്നത് എന്താണ്? പ്രിവലൻസ് എന്നാണോ, ഇൻസിഡൻസ് എന്നാണോ, എപ്പിഡമിക് എന്നാണോ? ഏതാണ് ഉത്തരം? പ്രിവലൻസ് ആണ് ആൻസർ കേട്ടോ. പ്രിവലൻസ് ആണ് ആൻസർ. സോ ഞാൻ നിങ്ങൾക്ക് ടൈം തരുന്നത് വെറുതെ അല്ല, നിങ്ങൾ ആ ടൈമിൽ തിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് തരുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ. The number of new cases occurring in a defined population during a specified period of time. അതായത് പറയുന്നത് മറ്റേ നമ്മൾ പറഞ്ഞു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിൽ ആ പർട്ടിക്കുലർ റീജിയനകത്ത് നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു ഗീവൺ പോപ്പുലേഷനകത്തുള്ളതിനാണ് പ്രിവലൻസ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞേ നോക്കിക്കോളൂ, ഒരു ഡിഫൈൻഡ് പോപ്പുലേഷനിൽ ന്യൂ കേസസ്, അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഡിഫൈൻഡ് പോപ്പുലേഷൻ പുതിയത് ഉണ്ടായി വരുന്നത് നമ്മൾ പറയത്തില്ല ഇൻസിഡൻസ് റേറ്റ്, ഉണ്ടായി വരാനുള്ള റേറ്റ്. അതിന് എന്താണ് ഞാൻ ആൻസർ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഏതാണ്? ഇൻസിഡൻസ്, പ്രിവലൻസ്, എപ്പിഡമിക്. ഏതാണ് ആൻസർ? എപ്പിഡമിക്, സോറി ഇൻസിഡൻസ് ആണ് എൻ്റെ ആൻസർ. ദെൻ ഡിസീസ് ഫ്രീക്വൻസി. ഡിസീസിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയാണ് നിങ്ങൾ മെഷർ ചെയ്യുന്നത്? ഡിസീസ് ഫ്രീക്വൻസി ഈസ് മെഷേർഡ് ബൈ ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ്. ഒന്നാമത്തെ ഒന്നെന്നുണ്ടെങ്കിൽ പുതിയ കേസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രിവലൻസ് അവിടെ ഓൾറെഡി ഉണ്ടാകുന്ന എല്ലാ നമ്പർ ഓഫ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന കേസ് നമ്പർ, അല്ലെങ്കിൽ റേഷ്യോ വെച്ചാണോ ഫ്രീക്വൻസിയും ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഡിസീസ് ഒക്കർ ചെയ്യുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ എത്ര പേരിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് വെച്ചാണോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പറയൂ. ഡിസീസിൻ്റെ ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ്, അതായത് പുതിയ കേസസും അതേപോലെ തന്നെ എത്ര പേർക്ക് അവിടെ ഉണ്ട്, ഒരു പോപ്പുലേഷൻ ഓഫ് ടൈമിൽ അറ്റ് എ പോയിന്റ് ഓഫ് ടൈമിൽ എത്ര പേർക്കുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ് കേട്ടോ. അടുത്ത നോക്കിക്കോളൂ. മോർട്ടാലിറ്റി മീൻസ് സിക്നെസ് റേറ്റ്, ഡെത്ത് റേറ്റ്, ബർത്ത് റേറ്റ്. എന്താണ് മോർട്ടാലിറ്റി? സിക്നെസ് റേറ്റിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പേര് പറയാം. എന്താണ്? മോർബിഡിറ്റി, അസുഖം വരിക. നേരെ മറിച്ച് മോർട്ടാലിറ്റി എന്താണ്? ഗസ് ചെയ്തോ ഉത്തരം? ഡെത്ത് റേറ്റ് കേട്ടോ. ഡെത്ത് റേറ്റിനെയാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. എപ്പിഡമോളജിക്കൽ ടൂൾ ഫോർ മെഷർമെൻറ്റ്, ഇതും ഞാൻ പഠിപ്പിച്ചതാണ്. എപ്പിഡമോളജിക്കൽ ടൂൾ ഏതൊക്കെയാണ് മെഷർമെൻറ്റ് ഉപയോഗിക്കുന്നത്? ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ്, റേറ്റ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ഫ്രീക്വൻസി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഏതാണ് നമ്മുടെ എപ്പിഡമോളജിക്കൽ ടൂള് മെഷർമെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്? ആർക്കൊക്കെ ഡിസീസസ് ഉണ്ട്, അതിൻ്റെ വ്യാപ്തിയൊക്കെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എപ്പിഡമോളജിക്കൽ ടൂൾ ഏതാണ്? പറയും. ഗസ് ചെയ്തോ എല്ലാവരും? റേറ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആണ് നമ്മൾ എപ്പിഡമോളജിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. ഏതാണ്? റേറ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആണ് നമ്മുടെ എപ്പിഡമോളജിക്കൽ ടൂള് കേട്ടോ. മേജർ ഫൗണ്ടേഷൻ ഓഫ് എപ്പിഡമോളജിക്കൽ അപ്രോച്ച്, ഇതും നമ്മൾ പഠിച്ചതാണ്. പറയും. മേജർ ഫൗണ്ടേഷൻ ഓഫ് എപ്പിഡമോളജിക്കൽ അപ്രോച്ച് ഏതാണ്? എപ്പിഡമോളജിക്കൽ അപ്രോച്ചസും എവിഡൻസ് ബേസ്ഡ് അപ്രോച്ചും പ്രോബ്ലം സോൾവിങ് അപ്രോച്ച്, ഒരു സ്റ്റാർ ഷേപ്പിലൊക്കെ ഞാൻ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? സെയിം ഇത് പറയും. എപ്പിഡമോളജിക്കൽ അപ്രോച്ചസിൻ്റെ ഫൗണ്ടേഷൻ ഏതാണ്? മേജർ ഫൗണ്ടേഷൻ. ആസ്കിങ് ക്വസ്റ്റ്യൻ ആൻഡ് മേക്കിംഗ് കമ്പാരിസൺ, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, അതേപോലെ തന്നെ മറ്റുള്ള ഒരാൾ എഴുതി കേട്ടോ. അതായത് ഇപ്പോൾ ഇന്ത്യയും ചൈനയും അങ്ങനെ കമ്പയർ ചെയ്യാം, കേരളം തമിഴ്നാട് കമ്പയർ ചെയ്യാം, ഇങ്ങനെ കമ്പയർ ചെയ്യുക ഡിസീസിൻ്റെ റേറ്റ് വെച്ച്. അതോ റേറ്റും റേഷ്യോ എടുക്കുന്നത് മൂലമാണോ, അതോ അവിടുത്തെ മരണനിരക്ക് അരക്കുന്നത് മൂലമാണോ? ഏതാണ്? ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് മേക്കിംഗ് കമ്പാരിസൺ, ഇറ്റ് ഈസ് ദ മേജർ ഫൗണ്ടേഷൻ ആൻഡ് മേജർ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ എപ്പിഡമോളജിക്കൽ അപ്രോച്ച്. ഒരിക്കലും മറക്കാൻ പാടില്ല ഇത് കേട്ടോ.
ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് എപ്പിഡമിക്സ്. അതായത് എപ്പിഡമിക്സ് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഔട്ട്ബ്രേക്കിനെയാണ് നമ്മൾ എപ്പിഡമിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കൺസേൺ റീജിയനിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ട്രീറ്റ്മെൻറ്റ്, ആ ഒരു ഡിസീസ് പറയുന്ന ഒരു എപ്പിഡമിക്സിനെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ആ ഒരു സയൻസിൻ്റെ സ്റ്റഡിക്ക് പറയുന്ന പേരെന്താണ്? എപ്പിഡമോളജി എന്നാണോ, സോഷ്യോളജി എന്നാണോ, കമ്മ്യൂണിറ്റി എന്നാണോ? ഏതാണ് സ്റ്റഡിയുടെ പേര്? എപ്പിഡമോളജി. കേട്ടോ, എപ്പിഡമോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എപ്പിഡമിക്സ്. കേട്ടോ.